ചാത്തൻ മെഡിസിൻ എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? ഉണ്ട്, മോഡേൺ മെഡിസിൻ അതുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ഒരു പെട്ടിക്ക് 2 പെട്ടി ഫ്രീ കിട്ടിയാലേ മെഡിസിൻ എടുക്കുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും ആരോപണങ്ങളില്ല, നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. ലൈഫ് ടൈം മരുന്ന് കഴിക്കുമല്ലേ, അതിന് ഹോമിയോയിൽ മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ അറ്റാക്ക് വരികയാണ്, ഞാൻ ഹോമിയോ മരുന്ന് എടുക്കാനല്ല പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകും. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആക്സിഡൻ്റായി, എൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ പറയുന്നത്, ട്രോമ കെയറിലേക്ക് കൊണ്ടുപോകാനാണ് പറയാം. ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇങ്ങനെ സംഗതി, ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നേർപ്പിക്കുമ്പോൾ വീര്യം കൂടുമെന്ന് പറഞ്ഞ് അതല്ല ഈ സ്കെപ്റ്റിക്സുകൾ പറയുന്നത്. ഞങ്ങളുടെ ഒരു ബുക്കിലും പറയുന്നില്ല നേർപ്പിക്കുമ്പം വീര്യം കൂടും, നേർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. നമസ്കാരം. ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറാണ്. കോവിഡ് കാലത്ത് ഹോമിയോപ്പതിയും അലോപ്പതിയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത് നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒന്ന് അടങ്ങി വന്നതായിരുന്നു. ഇപ്പോൾ നമ്മുടെ MLA ഉമാ തോമസിൻ്റെ വിഷയത്തിൽ വീണ്ടും അതൊന്ന് ചൂടുപിടിച്ച ചർച്ചകളൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഈ ഹോമിയോ ചികിത്സയെപ്പറ്റി അലോപ്പതി ഡോക്ടർമാരും മറ്റ് ബുദ്ധിജീവികളെന്ന് നടിക്കുന്നവരുമായ വ്യക്തികൾ പറയാറുള്ളത് അതൊരു സ്യൂഡോ സയൻസാണ്. അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു പാസിബ്ലോ എഫക്റ്റ് എന്ന് വേണേൽ പറഞ്ഞ് തള്ളിക്കളയാം എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. യാതൊരു തരത്തിലും ഒരു വിലയും ഹോമിയോയ്ക്ക് കൊടുക്കാറില്ല. ഏതായാലും ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്ന ഹോമിയോപ്പതി ചികിത്സകൾക്ക് സ്വയം സന്നദ്ധരാകുന്ന ഒട്ടേറെ രോഗികളുണ്ട്. ഞങ്ങൾ ആ രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തികളൊക്കെ ഒത്തിരി ഉണ്ട്. എങ്കിലും പൊതുവെ ഹോമിയോപ്പതി, സിദ്ധ, യുനാനി തുടങ്ങിയ ആയുഷിൻ്റെ കീഴിൽ വരുന്ന മറ്റ് വൈദ്യശാസ്ത്ര സെഗ്മെൻറ്റുകളെല്ലാം തന്നെ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ വക്താക്കൾ പലരും ഇകഴ്ത്തി കാട്ടുന്നതായി കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് നമ്മോടൊപ്പമുള്ള ചങ്ങനാശ്ശേരിയിൽ ദീർഘവർഷങ്ങളായി ഹോമിയോപ്പതി ചികിത്സ നടത്തുന്ന നമ്മുടെ സർക്കാർ തന്നെ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച സ്വകാര്യ ഹോമിയോപ്പതി ചികിത്സകൻ, ഏറ്റവും നല്ല ചികിത്സകൻ എന്ന നിലയിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഡോക്ടർ SG ബിജുവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേൾക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് സമയത്ത് അലോപ്പതിയും ഹോമിയോപ്പതിയും തമ്മിലൊരു വല്ലാത്ത ശീതസമരം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ MLA ഉമാ തോമസിൻ്റെ വിഷയത്തിൽ വീണ്ടും ഹോമിയോപ്പതി ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാരൊക്കെ ഈ ആയുഷിൻ്റെ കീഴിൽ വരുന്ന ഹോമിയോപ്പതിയെ വളരെ നന്നായി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് തയ്യാറാകുന്ന വ്യക്തികൾ പോലും മറഞ്ഞു നിന്ന് ഹോമിയോയെ കുറ്റം പറയുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം വന്നാൽ അലോപ്പതിയെ തന്നെ ആശ്രയിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ ചികിത്സിക്കേണ്ട ഒരു കാര്യത്തിന് വേണമെങ്കിൽ അലോപ്പതി ഒഴിവാക്കിക്കൊണ്ട് ഹോമിയോപ്പതി പോലുള്ള മറ്റ് ശാസ്ത്ര ശാഖകളിലേക്ക് തിരിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എൻ്റെ അറിവുകേടോ ആയിക്കൊള്ളട്ടെ. എന്തു തന്നെ ആയാലും ഡോക്ടർ ഏതായാലും വർഷങ്ങളായി ഹോമിയോപ്പതി ചികിത്സകൻ എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ അവാർഡ് വരെ വാങ്ങിയ ആളാണ്. താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങളെ ഇങ്ങനെ കരിവാരി തേക്കാനായി കുറേ പേര് അങ്ങ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം? അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കാരണം ഇത് ഈ ഹോമിയോപ്പതി കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ 250 വർഷമാകാൻ വേണ്ടി പോവാം. അന്ന് മുതലുണ്ട്. കാരണം ഇത് കണ്ടുപിടിച്ച ആൾ അലോപ്പതി ഡോക്ടറായിരുന്നു. ഡോക്ടർ സാമുവൽ ഹൈൻമാൻ എന്ന് പറയുന്ന അലോപ്പതി ഡോക്ടറായിരുന്നു. അദ്ദേഹം അലോപ്പതി MD കഴിഞ്ഞ ഒരു ഫിഷക്കുകാരനായിരുന്നു. അദ്ദേഹമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു എനിക്ക് പറഞ്ഞ ഏറ്റവും എക്സാമ്പിൾ എല്ലാവരും പൊറുക്കുമെങ്കിൽ കേരള കോൺഗ്രസിൽ നിന്ന് ഒരു കേരള കോൺഗ്രസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും മറ്റ് കേരള കോൺഗ്രസിൻ്റെ ചെയ്ത് പറയും എന്ന് പറഞ്ഞ പോലെ അത് ആദ്യം മുതലേ ഉള്ളതാണ്. അത് കാലാകാലങ്ങളിൽ ഓരോരോ കാരണങ്ങൾ വരുമ്പം ഉണ്ടാകും. പിന്നെ വളരുന്നു. ലോകത്തിലെ രണ്ടാമത്തെ WHO കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന രണ്ടാമത്തെ ചികിത്സാ ശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഓൾ ഓവർ ദ വേൾഡിലാണ് പറയുന്നത്. ഒന്നാമത് നിൽക്കുന്നവന് എപ്പോഴും രണ്ടാമത് നിൽക്കുന്നവനോടൊരു പ്രശ്നമുണ്ട്, തിരിച്ചുണ്ടാവും. രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് ഒന്നാമത് നിൽക്കുന്ന എങ്കിലേ അത് വളരത്തുള്ളൂ, തല്ലിയാലേ വളരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് ഈ സംഗതി. ഡോക്ടർ പറഞ്ഞ ഈ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള തല്ലെന്ന് കരുതിയാൽ മതി. തീർച്ചയായിട്ടും ഓരോ തല്ലിലും വളരെയാണ് ചെയ്യുന്നത്. ഏതായാലും എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ഈ അലോപ്പതി ചികിത്സകനായിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ സാമുവൽ ഹൈൻമാൻ ഹോമിയോപ്പതിയുടെ ആരംഭകനായി തീർന്നതെന്ന് പറഞ്ഞ പുതിയൊരു അറിവായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാര്യം? അത് അന്നത്തെ ട്രീറ്റ്മെൻറ്റ്, ഇന്നത്തെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നത്തെ ഈ ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് രോഗികൾക്ക് ദോഷം ചെയ്യുന്ന ചികിത്സയായിരുന്നു. ഈ പൊള്ളിക്കുക, അട്ട വെച്ച് കടിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സയൊക്കെ ഹോമിയോപ്പതിയിലുണ്ട്. അല്ലല്ല അലോപ്പതിയിലുണ്ടായിരുന്നു. പിന്നെ കൊടുക്കുന്നതെല്ലാം ക്രൂഡായിട്ടുള്ള മെഡിസിൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ ചികിത്സ എന്ന് പറയുന്നത് രോഗിക്ക് അസുഖം കുറയാൻ വേണ്ടിയില്ലേ. അപ്പോൾ മരുന്നുകൾ തന്നെ രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് മാറി ചിന്തിക്കണമെന്ന് തോന്നിയതാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഉമാ തോമസ് സംസാരിച്ച 1-2 കാര്യങ്ങൾ അലോപ്പതിക്കാർ വളരെ വിവാദമായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? എന്തായിരുന്നു ആ കാര്യം? ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ
MLA പറഞ്ഞത് മുഴുവൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല. MLA പറഞ്ഞതിലൊരു വീഡിയോ ഒരു പാർട്ടാണല്ലോ സാധാരണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ മരുന്ന് കൊടുത്ത ആൾ എൻ്റെ ഫ്രണ്ടാണ്, ഡോക്ടർ സൽവി എന്ന് പറയുന്നത്. അപ്പോൾ യാർണിക്ക എന്ന് പറയുന്നൊരു മെഡിസിനാണ്. അപ്പോൾ ലങ്ങിലുണ്ടായ മുറിവ് പെട്ടെന്ന് കരിയാൻ വേണ്ടിയിട്ട് ഹോമിയോ മരുന്നും ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹോമിയോ മരുന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ ആശുപത്രിക്കാർ സമ്മതിച്ചു? ഇല്ല, അത് കേരളത്തിൽ സമ്മതിക്കത്തില്ല. ആ, അത് ചില ഹോസ്പിറ്റലിൽ മാത്രം ലാസ്റ്റ് സ്റ്റേജിൽ മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് ചിലപ്പോൾ സമ്മതിക്കും. പൊതുവേ കേരളത്തിൽ അത് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ പ്രസാദം എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തത് ഞങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാറില്ല. ഇനിയിപ്പോൾ അതുകൂടെ വഴി അടഞ്ഞു ഇങ്ങനെ വന്നുകൊണ്ട്. ആക്ച്വലി MLA പറഞ്ഞ ആ മരുന്ന് ഉപകാരപ്പെട്ടു. അത് ഒരിക്കലും അവരുടെ അവിടെ നടന്ന ചികിത്സയൊന്നും മോശമാക്കി പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഉമാ തോമസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ ഹോമിയോപ്പതിക്ക് അതിന് ഗുണമുണ്ടായിട്ട് ഇതും ചർച്ച ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടോയെന്ന്. ICUവിൽ നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്നു. കോവിഡ് സമയത്തൊക്കെ കേരളത്തിന് വെളിയിലുള്ള, അപ്പോൾ അവിടെ ICUവിൽ അലോപ്പതി ഡോക്ടർമാർ നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് രോഗി രക്ഷപ്പെടണം എന്നുള്ളൂ, ഏത് സിസ്റ്റം രക്ഷപ്പെടണം എന്നുള്ളതല്ല. സിസ്റ്റത്തിനെ അവർ ഏത് സിസ്റ്റമായാലും ആൾക്കാർക്ക് അസുഖം മാറിയാൽ മതി. ഈ സെറിബ്രൽ ഹെമറേജ് വരുന്ന കേസുകൾ, സ്ട്രോക്ക് വരുന്നത് എന്ന് വെച്ചാൽ അതിന് കംപ്ലീറ്റ് ഹോമിയോ കൊണ്ട് മാറുമെന്നല്ല ഞാൻ പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഓക്സിലറി മെത്തേഡ്സ് ചെയ്യണം, അതിനൊരു പരിധിയുണ്ട്. അതിൽ പരിധിക്ക് വിട്ടിട്ട് ഇനി അത് ക്യൂർ ആവില്ല എന്നൊരു സ്റ്റേജ് വന്ന് അത് ഇതുപോലെ കോമയിലേക്ക് പോകുന്ന കേസായിരുന്നു. അപ്പോൾ നമ്മുടെ മെഡിസിൻ കൊടുക്കാൻ സമ്മതിച്ചാൽ കുറച്ചധികം ആൾക്കാർ ജീവിച്ചിരിക്കും. ഓക്കെ. അപ്പം ഈ ഹോമിയോപ്പതിക്കാരെ കുറിച്ച് പൊതുവെ തമാശ രൂപയാണ് പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ നേർപ്പിക്കും തോറും വീര്യം വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം അതിനെല്ലാം ഓരോരുത്തർ പറയാറുള്ള ഈ മദ്യമൊക്കെ എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ അതിൽ എത്രമാത്രം വെള്ളം ഒഴിക്കുന്നു അത് വീണ്ടും വീര്യം കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മരുന്ന് മാത്രം നേർപ്പിക്കും തോറും വീര്യം കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും. എന്നിട്ട് ഞാനിപ്പോൾ 32 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ അതിന് പഠിച്ച ഒരു 4 വർഷം വേറൊരു കുട്ടിക്ക്. അപ്പോൾ 36 വർഷമായി ഹോമിയോ കോളേജിൽ ചേർന്ന് 86 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 40 വർഷമാകുമ്പോൾ അടുത്ത വർഷം. ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇങ്ങനെ സംഗതി, ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നേർപ്പിക്കുമ്പോൾ വീര്യം കൂടുമെന്ന് പറഞ്ഞ് പുറമേ നിന്ന് പറയുന്നതാണ്. അതല്ല ഈ സ്കെപ്റ്റിക്സുകൾ പറയുന്നത്. ഞങ്ങൾ ഒരു ബുക്കിലും പറയുന്നില്ല നേർപ്പിക്കുമ്പം വീര്യം കൂടും. നേർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. മരുന്നുകൾ നേർപ്പിക്കണം. അതിപ്പോൾ ഹോമിയോയിൽ മാത്രമല്ല, ആയുർവേദത്തിൽ ക്ഷീരബലം ആവർത്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ പച്ചമരുന്ന് നേരെ കൊടുക്കുകയാണോ, അത് നേർപ്പിക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻ ചെയ്യുന്നില്ലേ, അലോപ്പതിയിൽ ഞാൻ പറഞ്ഞത്, അവിടെ നേരെ ക്രൂഡ് ഫോമിൽ ആൽക്കലോയിഡ് എടുത്ത് കൊടുക്കില്ല ചെയ്യുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ അത്രയൊന്നും ക്വാണ്ടിറ്റി വേണ്ട, മെഡിസിൻ വേണ്ട ക്വാണ്ടിറ്റിയിലേക്ക് അതിനെ ഡൈലൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡൈലൂഷൻ ഇതിൻ്റെ പേരാണ്. ഞങ്ങളുടെ 2 ടൈപ്പ് മെഡിസിൻസാണ് ഉള്ളത്. പ്രേക്ഷകർക്ക് അത് ചിലപ്പോൾ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒന്ന് ഡൈലൂഷൻ ലിക്വിഡായിട്ടുള്ള മെഡിസിൻ, മറ്റേ ട്രൈച്ചുറേഷൻ പൊടി പൗഡർ. ഇത് അപ്പോൾ ഒന്നിൻ്റെ പേര് ഡൈലൂഷൻ എന്നാണ്. അപ്പോൾ ആ പേര് കേട്ടിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെ പേര് ബ്രഹ്മചാരി എന്നാണ്. ഓഹോ, നിങ്ങൾ ബ്രഹ്മചാരിയാണോ? എൻ്റെ അച്ഛനും ബ്രഹ്മചാരിയായിരുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഡൈലൂഷൻ എന്നുള്ളത് പേരാണ്. അപ്പം അത്ര പോലും ഇതിനെക്കുറിച്ച് പഠിക്കാതെയാണ് വിമർശിക്കുന്നത്. നേർപ്പിക്കും തോറും വീര്യം കൂടുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ പഠിച്ച പുസ്തകങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ഇല്ല, ഇന്നലെ വരെ ഇറങ്ങിയിട്ടില്ല. ഇന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അതുവരെ അതിനകത്ത് നേർപ്പിക്കണമെന്ന് പറയുന്നതല്ലാതെ അത് ശരിക്കും ഡ്രഗ് ഡൈനമൈസേഷൻ എന്നാണ്, പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്ന, അത് ട്രൈച്ചുറേഷൻ, സക്കഷൻ എന്ന് പറയുന്ന മെത്തേഡൊക്കെ ഉണ്ട്. കുറച്ച് ഫിസിക്സൊക്കെയാണ്. എനിക്ക് അതിൻ്റെ ഫിസിക്സിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ പോകാൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ അസുഖം കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേർപ്പിക്കുമ്പം വീര്യം കൂടുന്നു എന്ന് പറഞ്ഞവർ തന്നെ അതിന് ഉത്തരം പറയണം. ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് അവർ തന്നെ ഉത്തരം പറയണം. ഹോമിയോ ഡോക്ടർമാർ പറയാറില്ല. ഡോക്ടർ, ഈ ഹോമിയോ ചികിത്സകനായിരുന്നു അല്ലെങ്കിൽ ഹോമിയോപ്പതി പഠിച്ചിരുന്ന ആളായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അദ്ദേഹം ഹോമിയോപ്പതി ഡോക്ടർ ആയിരിക്കെ തന്നെ അതിൽ നിന്ന് വേണ്ടാന്ന് വെച്ച് മാറിയിട്ട് ഹോമിയോപ്പതി ശാഖയ്ക്കെതിരെ തന്നെ വല്ലാതെ സംസാരിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പഠിച്ച ഒരാൾ അങ്ങനെ പറയണമെന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ആരിഫ് ഹുസൈൻ അല്ല ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ അദ്ദേഹത്തെ ഒത്തിരി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അയാളിങ്ങനെ അദ്ദേഹം അയാൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം വിശ്വസിക്കത്തുള്ളൂ. പുള്ളി അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്ന് തന്നെ പോകണം. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ലായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന മരുന്നിനകത്ത് അദ്ദേഹത്തിന് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിന് തെറ്റെന്താ, അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ മോഡേൺ മെഡിസിനെ അലോപ്പതിയെ കുറ്റം പറയുന്ന BM ഹെഗ്ഡെ എന്ന് പറയുന്ന ഡോക്ടറാണ്, കർണാടക. അദ്ദേഹം ഈ അലോപ്പതി എന്ന് പറയുന്നത് ഭയങ്കര തട്ടിപ്പാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ഇസ്രായേൽ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ NDA ഗവൺമെൻറ്. അതിലൊന്ന് ഹോമിയോപ്പതി ആയിരുന്നു റിസർച്ചിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് കണ്ടുപിടിക്കുകയാണ് ഇസ്രായേലായിട്ട്. അപ്പോൾ അതിന് യുദ്ധമൊക്കെ വന്നിട്ട് അത് ഇപ്പം പെൻഡിങ്ങിലാണ്. അപ്പോൾ അത് ഇസ്രായേൽ പോലെ ഒരു രാജ്യം
എത്ര സയൻസിൻ്റെ പിന്നാലെ മാത്രം നടക്കുന്നത്. തീർച്ചയായിട്ടും അവർ 7 MOU ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സൈൻ ചെയ്തതിൽ 1 ഹോമിയോപ്പതി ആണെങ്കിൽ അതിലെന്തോ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും വിശ്വസിക്കും. തീർച്ചയായും അത് MOU ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരാം. 2019 വീണ്ടും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊജക്റ്റ് നടക്കാത്ത യുദ്ധം വന്നുണ്ട്. മറ്റൊരു വാർത്ത ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത്, സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഇതുള്ളൂ, മറ്റേ ഇത് കണ്ടുപിടിച്ച രാജ്യത്ത് നിന്ന് പോലും ഇതിനെ എടുത്ത് ദൂരോട്ട് കളഞ്ഞു എന്നൊക്കെ കേൾക്കുന്നത് സത്യമാണ്. കുറേ വർഷമായിട്ട് ഞാൻ ചാനലിലൊക്കെ മീഡിയ വണ്ണിലാന്ന് തോന്നുന്നു ലാസ്റ്റ് അതൊരു വെല്ലുവിളിച്ച് ഏത് രാജ്യത്താണ് നിരോധിച്ചതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം പെട്ടെന്ന് അന്ന് എനിക്കൊന്ന് IMAയുടെ പ്രസിഡൻ്റാണ് കൗണ്ടർ പാർട്ടായിട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയ. അപ്പം ഇത് നമ്മൾ സംസാരിക്കാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് അഗിയ മേരി ജോസ് എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചാൽ ഒരു രാജ്യത്ത് നിരോധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഹോമിയോപ്പതി നിരോധിച്ച ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, ഇപ്പം ശാസ്ത്രീയമായിട്ടല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ തെളിവുണ്ടാവണം. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഹോമിയോപ്പതി നിരോധിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഉണ്ടായിരുന്നു അത് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജോലി നാളെ പോലും നിർത്തിയേക്കാം. ഒരു രാജ്യത്തും നിരോധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല 120ഓളം രാജ്യങ്ങൾ, 36 രാജ്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ചില രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഖത്തർ, കുവൈറ്റ്, അവിടെ ഈ ആൽക്കഹോളിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ലിക്വിഡ് മെഡിസിൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. നിരോധനമല്ല, അവിടെ അവിടെ എന്താ പറയുക, ലിക്വിഡ് ബാൻഡല്ലേ, അത് ഇത് നമ്മളിതിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ സപ്പോർട്ട് എല്ലാ രാജ്യങ്ങളും ഇല്ല ഇന്ത്യ പോലെ. ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ സർക്കാരാണല്ലോ ഈ ഹെൽത്ത് എന്ന് പറയുന്ന സർക്കാരിന് അവർ തന്നെയാണ് കെയർ ചെയ്യുന്നത്. ഇത് ഹോമിയോപ്പതി എന്ന് പറയുന്ന അവിടെ സ്പെഷ്യലൈസേഷനാണ്. ഈ നേരത്തെ പറഞ്ഞതിൻ്റെ അഡീഷണലായിട്ട് പറഞ്ഞുള്ള കാര്യം, ഈ നിരോധിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റ് രാജ്യം ഇപ്പോൾ ഉമാ തോമസ് പങ്കെടുത്ത പരിപാടി നിങ്ങൾ കണ്ടാൽ അറിയാം, എല്ലാ രാജ്യങ്ങളിലും ആൾക്കുണ്ട്. മറ്റ് രാജ്യങ്ങളിലെല്ലാം കൺവേർട്ടഡ് ഹോമിയോപ്പസ്, അതായത് മോഡേൺ മെഡിസിൻ കഴിഞ്ഞ സാമൂൽ ഹനുമാനെ പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോമിയോപ്പതി പഠിച്ച, അപ്പോൾ അത് സ്പെഷ്യലൈസേഷനാണ്, ഭയങ്കര പൈസയാവും കൺസൾട്ട് ഫീ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് കവറേജ് ഇല്ല, ആ എമൗണ്ട് ഇൻഷുറൻസിന് കൊടുക്കാൻ പറ്റത്തില്ല, ഇൻഡിവിജ്വലായിട്ട് ഒരാൾ ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഒരു രാജ്യത്ത് നിരോധിച്ചില്ല. നേർപ്പിക്കുമ്പോൾ വീര്യം കൂടും എന്ന് പറയുന്ന ഒരു ഗീബിൾസ് തന്ത്രമാണ് എല്ലായിടത്തും നിരോധിച്ചു അങ്ങ് പറയുക. ഒരൊറ്റ രാജ്യത്തിന് തെളിയില്ല, അത് ഞാൻ പറയുന്നത്. എന്നാലും വലിയ പാടാണ് ഡോക്ടർ, ഈ ഹോമിയോ കഴിക്കുമ്പോൾ കാപ്പി കുടിക്കില്ല എന്നൊക്കെ പറയും, വലിയ ശല്യം. അയ്യോ, അത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയായി. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ 25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു 50,000 കേസ് ഷീറ്റ് അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്തിട്ട് ചോദിക്കാം. ഈ പറയുന്ന 50,000 ആൾക്കാരോടും 49,836 ആൾക്കാരിൽ ഒരാളോട് പോലും ഞാൻ കാപ്പി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അത് പണ്ട് ഏതോ 1-2 മെഡിസിൻസുണ്ട്, കോഫിയുണ്ട്, ചിലതിന് ചായ ഉണ്ട്, ചിലതിന് പാലുണ്ട്, അങ്ങനെയൊക്കെ വളരെ എല്ലാം കൂടെ അങ്ങനെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഒരു 10 മെഡിസിനോ 15 മെഡിസിനോ കാണത്തുള്ളൂ. 11,000-ന് മുകളിൽ മെഡിസിൻസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. നിങ്ങൾക്ക് കാപ്പി കുടിക്കാൻ ചായ കുടിക്കാനെല്ലാം കുടിക്കാം. കാരണം അഡിക്ഷൻ പ്രോജക്റ്റിൽ നമ്മുടെ മെഡിസിൻ ആയിരുന്നു. കിരൺ ബേദി IPS പോലീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന തിഹാർ ജയിലിൽ ഒരു പ്രൊജക്റ്റ് നടത്തിയിരുന്നു. തിഹാർ ജയിൽ അറിയാമല്ലോ, കള്ള് കുടിക്കുന്ന, കഞ്ചാവ്, മരിഞ്ചുവൻ എല്ലാം ഉള്ള സ്ഥലമാണ്. അവിടെ അഡിക്ഷൻ പ്രോജക്റ്റിൽ 80% നമ്മുടെ മെഡിസിനാണ്, ഹോമിയോപ്പതി മെഡിസിനാണ് ഉപയോഗിച്ച് കിരൺ ബേദി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമെങ്കിൽ പിന്നെ കോഫിക്ക് എന്താണ്, അതൊരു തെറ്റിദ്ധാരണയാണ് ശരിക്കും. അങ്ങനെ ഒരു പദ്യമില്ല. പഴയ ഡോക്ടർമാരിങ്ങനെ ഈ പദ്യം കുറച്ച് പറഞ്ഞില്ലേ പേഷ്യൻറ്റിന് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പദ്യം വേണം. നമുക്കിപ്പോൾ ഈ ഉമാ തോമസിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ, അപ്പം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ മോഡേൺ മെഡിസിൻ്റെ ചികിത്സ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് സൈഡിൽ കൂടിയാണ് ഈ ചികിത്സയും നടന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉമാ തോമസും പറയുന്നു അത് തനിക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഏതൊക്കെ രോഗങ്ങൾക്ക് അലോപ്പതിയുടെ കൂടെ തന്നെ നമുക്ക് ഹോമിയോ കൂടി ഒന്ന് ആഡ് ചെയ്യാൻ സാധിക്കും? അത് ഒന്നായിട്ട് വിത്ത് കൺസേൺഡ് ആയിരിക്കണം. തിരിച്ചും കേട്ടോ, ഈ ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അലോപ്പതിയിലേക്ക് പോകുമ്പോൾ ഇപ്പം ഒന്ന് ചോദിക്കുക ആൾക്കാർ, അത് കഴിക്കട്ടെ, ഇത് കഴിക്കാവോ? ഇപ്പോൾ ആൻറ്റി ഹിസ്റ്റാമിൻസും സ്റ്റെറോയിഡ്സും ഒന്നും നമ്മുടെ മെഡിസിനോട് നമ്മൾ പറയും കഴിക്കാൻ പാടില്ല എന്ന് പറയും. അത് വിത്ത് കൺസെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. യൂഷ്വലി ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഞാൻ പറയുന്നത്, നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഇന്ത്യക്ക് പുറത്ത് കേരളത്തിന് വെളിയിലൊക്കെ നമ്മുടെ മെഡിസിൻസ് ICU തന്നെ അവർ കൊടുക്കുമായിരുന്നു. എൻ്റെ ആദ്യത്തെ കേസ് 2020 മാർച്ച് 20 ഒരു അനസ്തേഷ്യസ്റ്റ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ കോവിഡ് കേസാണ്. അന്ന് നമുക്കിവിടെ കേരളത്തിൽ ചെയ്യാൻ പാടില്ല, 2 വർഷത്തെ കഠിന തടവാണ്. അന്നത്തെ നമ്മുടെ ആയുഷ് ഡയറക്ടർ ഇരുന്ന ഒരു ഓർഡർ, അത് ആയുഷ് ഡയറക്ടർ അന്ന് അലോപ്പതി ഡോക്ടറായിരുന്നു, ഷൺമുള മേരി ജോസ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കേസ് ഈ ICUലാണ്. ഈ ഫൈബ്രോസ് ലങ്ങൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമോണിയിലും മെയിലും ഒക്കെ എൻ്റെ അടുത്തിരിപ്പുണ്ട്. അതവിടെ ICUവിൽ ഈ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച ആ സമയത്തെങ്കിലും ഒന്ന് അനുവദിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ സ്ട്രോക്ക് വരും, നേരെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഓക്സിലറി മെത്തേഡ്സും കാര്യങ്ങളും അവരുടെ മെഡിസിനൊക്കെ വേണം. വെൻ ഇറ്റ് ഫെയിൽസ്, അതാണ് ഇനി എന്താ മരണമോ അങ്ങോട്ട്.
അപ്പോൾ എൻ്റെ മദറിലോ ICUവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയത് അമൃത ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടുന്ന് സ്യൂഡോമോണ ന്യൂമോണിയ വന്നു. സ്യൂഡോമോണ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുത്തിട്ട് രക്ഷയില്ല. അതോടെ ഒരു അക്യൂട്ട് കിഡ്നി റീനിൽ ഫെയിലറായി. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല. അന്ന് എനിക്ക് പരിചയം, എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ജയസൂരി എന്ന് പറഞ്ഞു, അദ്ദേഹം ഈ അമൃത ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധമുള്ള. അപ്പോൾ ഞാൻ ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചു ഇനി ഒന്നും ചെയ്യാൻ ആൾക്കാർ കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചു നമ്മുടെ മെഡിസിൻ കൊടുത്തോളാൻ പറഞ്ഞു. അവർക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. നമ്മൾ കൊടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ യൂറിനൊക്കെ വന്നു. എല്ലാം എൻ്റെ അടുത്ത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉള്ള കേസാണ് പറഞ്ഞു. 3 വർഷം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ അത് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഷൈബിരാജുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാദറിലോ ഇതുപോലെ സെറിബ്രൽ ഹെമറേജ് വന്നിട്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാണെങ്കിൽ സർജറി ചെയ്താലും കോമയിൽ പോകത്തുള്ളൂ, തിരിച്ച് കിട്ടത്തില്ല. നമ്മുടെ മെഡിസിൻ കൊടുത്ത ആ സമയത്ത് പോയ വഴിക്ക് തന്നെ അവർ കൊണ്ടായിരുന്നു. അപ്പോൾ പാലിയേറ്റീവ് അതിലേക്ക് മാറിയിട്ട് നമ്മുടെ മെഡിസിൻ കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം നടക്കുന്നതൊക്കെ കണ്ടില്ലേ, തിരിച്ചു വന്നു. അപ്പോൾ ഈ സ്ട്രോക്ക് വന്നിട്ട് അല്ലെങ്കിൽ സെർബ്രൽ ഹെമറേജ് രണ്ടാണ്, സെർബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്, സെർബ്രൽ ഹെമറേജ് ഒക്കെ വന്നിട്ട് ഞാൻ പറയുന്നത് അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്തോളൂ. പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ പറയും, കൈയൊഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ MIയിലൊക്കെ മയോകാർഡ് ഇൻഫെക്ഷൻ, ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ പറഞ്ഞ ഹോമിയോ മരുന്നൊന്നും കഴിക്കണ്ട, നേരെ സ്റ്റെൻറ്റ് ഇടുക, അത് തന്നെ ചെയ്താൽ മതി. ആക്സിഡൻറ്റ് വന്നു അന്നേരം അതൊക്കെ അവിടെ. പിന്നെ ഈ എന്താ ആക്സിഡൻറ്റിൽ പോലും ബ്രെയിൻ ഇടിമ ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഇപ്പോൾ ആക്സിഡൻറ്റ് ഇപ്പോൾ പറയും 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം ബ്രെയിൻ ഇടിമ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ബ്ലീഡിങ് ഉണ്ടാകുന്നൊക്കെ അറിയാമുണ്ട്. ആ ഒരു ടൈമിൽ ബ്രെയിൻ ഇടിമ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മുടെ മെഡിസിൻ കൊടുത്ത് ഇഷ്ടംപോലെ കേസിൽ പോകും. അപ്പോൾ അത് അനുവദിക്കണം. അത് അല്ല നമ്മൾ ഇനിയിപ്പം പ്രസാദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ വഴി അടഞ്ഞു. ഉമ്മ തോമസ് മാഡം ഇതിങ്ങനെ പറഞ്ഞുകൂടെ ഇനി പ്രസാദവും എന്താ പറയുക രോഗീലേപനം എന്ന് പറഞ്ഞിട്ട് അച്ഛന്മാർ കൊടുക്കുമായിരുന്നു. ഇനി അച്ഛന്മാരുടെ രോഗീലേപനവും ഇല്ല, പ്രസാദവും ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്കെന്താ വെച്ചാൽ സിസ്റ്റത്തിനല്ല, എത്ര ആൾക്കാർ ഇനി മരിച്ചു പോകും. അപ്പോൾ അതിനുള്ളൊരു കരുണ ICUവിലുള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ ഉമ തോമസിൻ്റെ കാര്യത്തിൽ അലോപ്പതിയുടെ കൂടെ ഹോമിയോ ചികിത്സ ചെയ്തതാണ് പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ ഈ ഹോമിയോ ചികിത്സയ്ക്ക് അലോപ്പതി കൂടാതെ തന്നെ ഭേദപ്പെടുത്താൻ കഴിയുന്ന രോഗങ്ങളുണ്ടോ, അതോ അലോപ്പതിയുടെ കൂടെ പറ്റുള്ളൂ? അല്ല, നമ്മൾ തിരിച്ച് ഒന്ന് ചിന്തിക്കണം. ഈ അലോപ്പതി ചികിത്സയുണ്ടോ ക്യൂറുണ്ടോ, രണ്ടാ ചോദ്യം. അതെ, ഇപ്പോൾ ചികിത്സ, ഇപ്പോൾ ഡയബറ്റീസിന് ചികിത്സ ഉണ്ട് അല്ലേ, അലോപ്പതിയിലെ കാര്യം പറയുന്നത്. ഞങ്ങളുടെ അവിടെ നിൽക്കട്ടെ. ഈ ചികിത്സ എടുത്ത ആൾക്കാരാണ് കാലെല്ലാം മുറിച്ച് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ. ഈ ചികിത്സ എടുത്ത ആൾക്കാരാണ് ഡയബറ്റിക് കാർഡിയോപ്പതി വന്നിട്ട് മരിച്ചിട്ടുള്ളത്. ഇതേ ചികിത്സ എടുത്ത ആൾക്കാരാണ് നെഫ്രോപ്പതി വന്നിട്ട് റീനൽ ഫെയിലറായിട്ട് ഡയാലിസിസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതേ ചികിത്സ എടുത്ത ആൾക്കാരാണ് ന്യൂറോപ്പതി വന്നത്, റെറ്റിനോപ്പതി വന്നത് കണ്ണിന് ഇല്ലേ. അപ്പോൾ ചികിത്സയുണ്ട്, അത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ള അതിന് ചികിത്സ ഉണ്ട്, പിന്നെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് സംബന്ധിച്ചൊരു 2% ഓഫ് കേസസിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് ഞാൻ പറയും. ഇപ്പോൾ മയോകാർഡ് ഇൻഫാക്ഷൻ വന്നു, പോകണം. പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായി, അത് ആൻറ്റിബയോട്ടിക്കും ആൻറ്റിസെപ്റ്റിക്കും സാധനമൊക്കെ വേണം. അക്യൂട്ട് എമർജൻസീസ് എന്ന് പറയും. നമ്മൾ മൊത്തത്തിൽ കേസിൻ്റെ ഒരു നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു 2 to 5% ഉള്ളൂ. അപ്പോൾ 90% ഓഫ് മറ്റുള്ള ഡിസീസിനുണ്ട്. അത് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് മാത്രം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഡയബറ്റീസിൽ C-പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കും, ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കണം. C-പെപ്റ്റൈഡ് കൂടി നിൽക്കണം, എൻ്റെ നോർമലിൻ്റെ അടുത്ത് വരെ നിൽക്കണം, അല്ലെങ്കിൽ കൂടി നിൽക്കണം. എന്ന് വെച്ചാൽ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ C-പെപ്റ്റൈഡ് ഇല്ല, 1 താഴെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 0.3 ഉള്ളൂ എന്ന് വെച്ചാൽ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ അലോപ്പതി കഴിക്കാൻ നല്ലത്, ലൈഫ് ടൈം കഴിക്കണത്. മറ്റേത് നമ്മൾ ഓൾറെഡി പാൻക്രിയാസ് വർക്കിംഗ് ആണെങ്കിൽ അതിനെ നമുക്ക് റീജനുവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഇടയ്ക്ക് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഓട്ടോയും അത് രണ്ടിടത്തുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വൈറൽ ഡിസീസിൽ ഇപ്പം അസൈക്ല വൈറസ് പോലെയൊക്കെ ചിക്കൻ പോക്സിനൊക്കെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് വന്നു, അത് വേണ്ടവർക്ക് അത് പോയി എടുക്കാം. അല്ല ടാമി ഫ്ലൂ വന്നു H1N1. അപ്പോൾ അത് വൈറൽ ഡിസീസ്, അത് രണ്ടിനെ വന്നിട്ടുള്ളൂ. വേറെ 900 വൈറൽ ഡിസീസ് വേറെ ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും എടുക്കാവുന്ന. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഹോമിയോപ്പതി എടുക്കുക വേണ്ടെന്നാണ് പറഞ്ഞത്, അതിന് അലോപ്പതി തന്നെ പോയത്. ഇപ്പോൾ എനിക്ക് വന്നാലും ഞാനത് തന്നെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ അറ്റാക്ക് വരികയാണ്, ഞാൻ ഹോമിയോ മരുന്ന് എടുക്കാനല്ല പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകും. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആക്സിഡൻ്റായി എൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടാനല്ല ഞാൻ പറയുന്നത്, ട്രോമ കെയറിലേക്ക് കൊണ്ടാണ് പറയാം. അപ്പം അതല്ലാതെ ഇനി രണ്ട് സിസ്റ്റത്തിനുണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഞാൻ പറഞ്ഞു, അതിലേതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തതാണ്. ഇനി വേറൊരു ടൈപ്പ് ഡിസീസുണ്ട്, ഹോമിയോയിൽ അതിന് ട്രീറ്റ്മെൻ്റ് ഉള്ളത് ആൾക്കാർക്ക് അറിയത്തില്ല. അതായത് ക്യൂറേറ്റീവായിട്ടോ ഇനി അല്ലെങ്കിൽ പാലിയേറ്റീവായിട്ട് പോലും ഹോമിയോപ്പതിയിലേ അതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. അങ്ങനെയുള്ള ഇപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്,
ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഹൈഡ്രോക്സിക്ലോറോക്കിനാണ് മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത്, പെയിൻ കുറയാമെന്നുള്ളതല്ലാതെ അത് നെഗറ്റീവ് ആകത്തില്ല. ഇപ്പോൾ SLE RA ഫാക്ടറൊക്കെ പോസിറ്റീവ് അല്ല ACCP എന്ന് പറയും, ആൻറ്റി സൈക്ലിസിറ്റിനേസ് പെപ്റ്റൈഡ്, അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ആമവാദം എന്നോ സന്ധിവാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആയുർവേദത്തിലേക്ക് ആൾക്കാർ പോവുക, വാദം എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ടാണ് പോവുക. പക്ഷേ ഈ ഓട്ടോഇമ്യൂൺ ആയിട്ടുള്ള ഡിസീസ് ആർത്രൈറ്റിസ്, ഇപ്പോൾ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഇപ്പോൾ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡാണ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡാണ്, ലൈഫ് ടൈം മരുന്ന് കഴിക്കുമല്ലേ, അതിന് ഹോമിയോയിൽ മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അത് നെഗറ്റീവായ കേസുകൾ എൻ്റെ അടുത്ത് റെക്കോർഡറാണ്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വൈറൽ ഡിസീസസ്, ഓട്ടോഇമ്യൂൺ ഡിസീസസ്, സൈക്കോസോമാറ്റിക് ഡിസോർഡർ ഉണ്ട് ഇല്ലേ, ഈ അതായത് മാനസികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ. IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫുഡ് കഴിച്ചാൽ പറ്റിന്ന് പോകണം. എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്ന ആളാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ ആ അസുഖം എറണാകുളത്ത് സന്നൻ എന്ന് പറയും, സുകുമാരൻ എന്ന് പറഞ്ഞ ഡോക്ടർ, ഹോമിയോ ഡോക്ടർ ട്രീറ്റ് ചെയ്ത് മാറ്റിയപ്പോൾ അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ തീരുമാനിച്ചാൽ ഹോമിയോപ്പതി പഠിക്കാൻ. അങ്ങനെ എൻ്റെ വാശിക്ക് വീട്ടുകാരോടൊക്കെ എതിർത്തിട്ടാണ് ഇതൊന്നും പഠിക്കുന്നത്. അപ്പോൾ IBS എന്ന് പറയുന്ന ഇത് സൈക്കോസോമാറ്റിക് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഫൈബ്രോമയാൾജിയ, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ ഈ മാനസിക രോഗങ്ങൾക്ക് ഇപ്പോൾ കോട്ടയത്ത് കുറിച്ചിൽ ബെഡ് അടക്കം 50 ബെഡ് അടക്കം അവിടെ രാവിലെ 5-6 മണിയാകുമ്പോൾ OP ടിക്കറ്റ് കംപ്ലീറ്റ് തീരും. അവിടെ പോയി നോക്കണോ, ആയിരക്കണക്കിന് രോഗികൾ അവിടെ വരും. ഞാൻ അവിടുത്തെ ഒരു എത്തിക്കൽ കമ്മിറ്റി മെമ്പറാണ്. അവിടെ മാനസിക രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ക്യൂറാവുക ചെയ്യുക, അല്ലാതെ ലൈഫ് ടൈം ഇതോ അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുകയൊന്നുമല്ല. എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് ചില ആൾക്കാർ ചോദിക്കും. എന്തെങ്കിലും വന്ന് അലോപ്പതി കഴിക്കണ്ട, അവിടെ അലോപ്പതി ഡോക്ടറുണ്ട്, ആ ഹോസ്പിറ്റലിൽ തന്നെ അലോപ്പതി ഡോക്ടറുണ്ട്, ഹോമിയോ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ എമർജൻസി വന്നാലും നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ കണക്ക് ഒന്ന് നോക്കിക്കോട്ടെ. ഇപ്പം പറയും എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ, അങ്ങനെയൊന്നുമില്ല. അവിടെ ക്രോസ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയും. അപ്പോൾ 6 മാസം ഹോമിയോപ്പതി ചെയ്തു, ഒരു ആമിൽ ഇത്ര ആൾക്കാർ, അത്ര തന്നെ ആൾക്കാർ 6 മാസം അലോപ്പതി ചെയ്തു, അതിൻ്റെ റിസൾട്ട് നോക്കും. എന്നിട്ട് ഈ അലോപ്പതി കഴിച്ച ആൾക്കാരെ ഹോമിയോയിലേക്കും, ഹോമിയോ കഴിച്ച ആൾക്കാരെ അലോപ്പതിയിലേക്കും മാറ്റും. അതാണ് ക്രോസ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അതൊക്കെ നല്ല RCT അടക്കമുള്ള സ്റ്റഡികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രോഗങ്ങൾക്ക് ഞാൻ പറയുന്ന ഹോമിയോപ്പതി മാത്രം ചെയ്യേണ്ടത്, അത് വലിയൊരു ലിസ്റ്റാണ്, നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അന്വേഷിക്കണം. വേറെ എവിടെയും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഹോമിയോയിലുണ്ടെന്ന് ചോദിക്കണം. നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഹോമിയോ ചെയ്യുക, അങ്ങനെയല്ല ശരിക്കും. വലിയ വലിയ അസുഖങ്ങൾക്ക്, നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്ക് ലൈഫ് ടൈം മെഡിസിൻ കഴിക്കേണ്ട ഏത് രോഗത്തിനും ചോദിച്ചു നോക്കുക ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലോ അല്ലെ മെഡിക്കൽ കോളേജുകളിലോ അല്ല അടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് ചോദിക്കണം. ഇതെവിടെ പഠിപ്പിക്കുന്നത് ഹോമിയോ ഒക്കെ പഠിപ്പിക്കുന്നത്? ഹോമിയോ ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ച് 3 എയ്ഡഡ് കോളേജുണ്ട്. കോട്ടയത്തൊരെണ്ണമുണ്ട്, പടിയാർ കോളേജ് എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ കോളേജുകളാണ്. സ്വാമി ആദിദാസ് ആണ് ഏഷ്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ കോളേജായിരുന്നു കുറിച്ചിയിൽ. പിന്നെ പടിയാർ കോളേജ്, അത് ഡോക്ടർ പടിയാർ തുടങ്ങിയാണ് അവിടെ ചോറ്റാനിക്കര. പിന്നെ വിദ്യാധിരാജ എന്ന് പറയുന്നത്, ഇതെല്ലാം എയ്ഡഡാണ്, സർക്കാർ ശമ്പളം കൊടുക്കുന്നത്, ട്രിവാൻഡ്രത്തുണ്ട്. അതുകൂടാതെ 2 ഗവൺമെൻറ് കോളേജുകളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ, ട്രിവാൻഡ്രം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും. അതുകൂടാതെ ഒരു PG ഇൻസ്റ്റിറ്റ്യൂട്ടും റിസർച്ച് സെൻറ്ററും NHRIMS എന്ന് പറയുന്ന മെൻ്റൽ ഹെൽത്ത് റിസർച്ചിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറിച്ചിയിൽ തന്നെയുണ്ട്. അതൊരു വമ്പൻ സ്ഥാപനമാണ് ശരിക്കും. അതാണ് കേരളത്തിന് വെളിയിൽ ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് ചെന്ന 140 കോളേജുകളാണ്. ഇവിടെ നിന്ന് ബോർഡർ കടന്നു കഴിഞ്ഞാൽ കന്യാകുമാരിയിലേക്ക് പോയാൽ അവിടെ തന്നെ ഉണ്ട് 3 കോളേജ് ഹോമിയോയ്ക്ക് ഉണ്ട്. അവിടെ എല്ലാം പഠിക്കുന്ന മലയാളികളാണ്. കേരളത്തിന് വെളിയിലും, വെളി മീൻസ് ഇപ്പം കർണാടകയിൽ പോയാലും നമ്മൾ നോക്കിയാൽ അവിടെ നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ പോയാൽ, സെമിനാറിനൊക്കെ പോയാൽ മലയാളം പറഞ്ഞാൽ മതി, കാരണം അത്രയും മലയാളികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്നോട് പണക്കം തോന്നില്ലേ, ഹോമിയോയ്ക്ക് ഒരു ഭാവിയുണ്ടോ? ഹോമിയോയ്ക്ക് തീർച്ചയായും അടുത്തൊരു 100 വർഷത്തേക്ക് ഈ സിസ്റ്റം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞ ഒരു 32 വർഷമായിട്ട് ഞാൻ കാണുമ്പോൾ ഞാൻ തുടങ്ങുന്ന ആദ്യത്തെ ഡീക്കേഡ് 10 years മുടന്തുമായിരുന്നു ശരിക്കും. അതിൻ്റെ അടുത്ത കുതിപ്പായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വിവാദം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആവും. ഇപ്പം നല്ല ഇപ്പോൾ ആരിഫ് ഹുസൈൻ അങ്ങനെ പറയുമ്പം നമുക്കെന്താ അതോടുകൂടി നമ്മൾ തളർന്നു പോലല്ലോ. അപ്പോൾ അതിനകത്ത് മെഡിസിൻ്റെ കണ്ടൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നും ഇപ്പോൾ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തുള്ളൂ. നമ്മുടെ ആരോഗ്യ കോൺക്ലേവ് നടക്കുമായി October 14 നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ്, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് വെച്ചിട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഇത് പൊടി തട്ടിയെടുക്കണം, ഇന്ത്യ ഇസ്രയേൽ ആ MOU പൊടി തട്ടിയെടുക്കണം നമുക്ക് ആവശ്യപ്പെടാൻ തോന്നുന്നത് അങ്ങനെ ഒരാൾ പറയുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഹോമിയോയ്ക്ക് ഭാവിയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും വേണ്ട.
അല്ല ഞാൻ ഈ ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് എന്നോട് പിണക്കമെന്ന് തോന്നല്ലേ. ഞാൻ ഈ പൊതു സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചാണ് ചോദിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ MBBS അഡ്മിഷന് ശ്രമിക്കുന്നു, എല്ലാവർക്കും സീറ്റ് കാണില്ല, അത് കഴിയുമ്പോഴത്തേക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർ ഈ ഹോമിയോയിലോട്ടൊക്കെ തിരിയുന്നു. അങ്ങനെയല്ലേ സാധാരണ ഹോമിയോ ഡോക്ടർമാരുണ്ടാകുന്നത്? അങ്ങനെ മാത്രമല്ല, MBBS കിട്ടുന്നില്ല, പിന്നെ വെറ്റിനറി നോക്കും, അത് കിട്ടുന്നില്ല, അവിടെ നിന്ന് ഉരുണ്ട് താഴെ വന്നിട്ട് നമ്മുടെ അഗ്രികൾച്ചർ നോക്കും, അപ്പോൾ അത് കിട്ടുന്നില്ല, അതിന് താഴെ വന്നിട്ട് BDS നോക്കും, അപ്പോൾ അതും കിട്ടുന്നില്ല. അപ്പം 3-4 ഉരുളിച്ചായി. ഇപ്പം 5ാമത് ആയുർവേദം നോക്കിയിട്ട് അതും കിട്ടാതെ വരുമ്പോൾ ഹോമിയോക്ക് വരുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞ് 1000-ഓളം സീറ്റുകളാണ് കേരളത്തിന് വെളിയിൽ ഈ മലയാളികൾ തന്നെ പോയി പഠിക്കുന്നത്. അത് കാശ് കൊടുത്തിട്ട് പഠിക്കുന്ന, അങ്ങോട്ട് വമ്പൻ ഫീസ് കൊടുത്തിട്ട്, വർഷം തോറും 3 ലക്ഷം രൂപയൊക്കെ ഫീസ് കൊടുത്തിട്ടാണ്. അവിടെ 100 സീറ്റാണ്, ഈ കേരളത്തിലെ പോലെയല്ല. ഇവിടെയൊക്കെ 50 സീറ്റാണ് സർക്കാരിൻ്റെ, അവിടെ പ്രൈവറ്റ് കോളേജ് 100 സീറ്റാണ്. ഈ 100 സീറ്റിലും കാശ് കൊടുത്തിട്ട് പഠിക്കാൻ ആൾക്കാരുണ്ട്, ഹോമിയോ പഠിക്കാൻ ആൾക്കാരുണ്ട്. അത് മലയാളികൾ ഇവിടുന്ന് പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യക്കാരിവിടെ ഉണ്ട്. അപ്പോൾ ഉരുണ്ട് വീഴുന്നവർ വേണ്ട, ഉരുണ്ട് കയറുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു, ഹോമിയോക്ക് വേറെ എൻട്രൻസ് നടത്തിയാൽ മതി, ആവശ്യക്കാരൻ പഠിച്ചോളൂ. അപ്പോൾ ഈ ഉരുണ്ട് പിടിച്ചുണ്ടെന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട്. പൊതുവേ അങ്ങനെയാണല്ലോ, ഈ ഒരു ഗ്ലാമർ കൂടുതൽ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും, തീർച്ചയായിട്ടും. പക്ഷേ പണി കൂടുതലാണ് ഗ്ലാമറിൽ കൂടുതൽ കിട്ടുമ്പോൾ, ഇല്ലേ? ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ ഇന്നലെ ഒരാളൊന്നും വെട്ടിയില്ലേ ഡോക്ടർ? ഒരു അമീബിക് എന്ത് ചെയ്യാനാ പാവം മനുഷ്യൻ, എന്ത് സേഫ്റ്റിയാണ് ഉള്ളത്? ഏത് രാത്രിക്ക് എഴുന്നേറ്റ് വേണം? ഞങ്ങൾക്ക് 7 മണി കഴിഞ്ഞാൽ സുഖമായിട്ട് ഞങ്ങളുടെ പണിയിടയ്ക്ക്. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നതിനേക്കാളും വലിയ ഗുരുതരമായ രോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നവർക്ക് അതാണ് നല്ലത്, കംഫർട്ടബിളായിട്ട് ജീവിക്കേണ്ടവർക്ക് ഇതാണ് നല്ലത്. അപ്പോൾ അത് ഓപ്ഷനില്ല. അതൊരു 4 ഉരുളിച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്, പിന്നെ വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിൽക്കേണ്ടവർ ഇവിടെ നിന്നിട്ട് പഠിച്ചോളൂ. ഇനി അവരെ കവർ ചെയ്തിട്ട് പുറത്ത് പഠിച്ച് പിള്ളേർ ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പ്രാക്ടീഷർമാർക്ക് നല്ല പ്രാക്ടീസ് 100 പേഷ്യൻ്റ് ഡെയിലി ഉള്ള ഒരു 25 ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം. ഞങ്ങളുടെ സഖ്യ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുണ്ട്, ഒരു ഡെയിലി 100 പേഷ്യനെ നോക്കുന്ന പിള്ളേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ 25 വർഷം കഴിഞ്ഞ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ. എന്നിട്ട് അവർ 6 മണിയാകുമ്പം 7 മണിയാകുമ്പോൾ അടച്ചിട്ട് സിനിമയ്ക്ക് പോകും. സുഖമായിട്ട് സിനിമ കണ്ട് ശല്യമില്ലെന്ന്. കാരണം ക്രോണിക് കേസാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എമർജൻസി അങ്ങനെ വിളിക്കണം നമുക്ക്. ഏതെങ്കിലും ഡോക്ടർ ആഗ്രഹിക്കുമോ രാത്രി കോള് വരണമെന്ന്? ഗതികേടുണ്ടാ. അപ്പോൾ ഉരുളാതെ മുകളിൽ നിന്നവർക്ക് ഈ പറഞ്ഞൊരു ഗതികേടുണ്ട്. ഉരുണ്ട് വന്നവർ കംഫർട്ടബിളാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യണം സിസ്റ്റത്തിൽ, പ്രാക്ടീസ് ചെയ്താൽ അതാണ്. അപ്പോൾ ഈ അലോപ്പതി ഹോമിയോപ്പതിയെ തരം കിട്ടുമ്പോഴെല്ലാം താറടിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ പലരുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് കിട്ടാൻ നമ്മൾ തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ആദ്യമൊന്നും പറയത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡോക്ടർമാർ കുറച്ച് ഡീസൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിലൊക്കെ ഹോമിയോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞു വിടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നിങ്ങളെന്നാൽ ഹോമിയോ തന്നെ കഴിച്ചാൽ മതി, ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്കുള്ളത് അങ്ങനെ പറഞ്ഞു. എല്ലാവരും പ്രശ്നക്കാരല്ല. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് കാണുന്നൊരു കാര്യം, ഹോമിയോയോ ഈ നൂറ്റാണ്ടിലായാലും ഹോമിയോ കഴിച്ചിട്ട് ലിവർ വൈകിട്ടിന് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പേടിപ്പിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മെല്ലെ മാന്താൻ തുടങ്ങി. നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മോഡേൺ മെഡിസിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. വെറുതെ നെറ്റിക്കറായി മിംസ് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഇവർ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ കേസ് എടുത്ത് കഴിയും, ഞങ്ങളുടെ കുറച്ച് നീണ്ട കേസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലേ, പുതയ്ക്കാണോ കിടക്കില്ല കഴിക്കുന്നതെല്ലാം അങ്ങനെ എല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ സിംറ്റംസ് നോട്ട് ചെയ്ത് വരുമ്പം ഇതിലൊരു ലിസ്റ്റ് ഓഫ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ കഴിച്ച മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഞങ്ങൾ നേരത്തെ മിണ്ടാറില്ല, ഒരു സമാധാനപരമായ സൗഹൃദത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം അങ്ങനെയല്ല, പ്രിൻ്റ് എടുത്ത് കൈ കൊടുക്കും. ഇതിനകത്ത് നിങ്ങളിപ്പം പറഞ്ഞ നിങ്ങളുടെ അസുഖങ്ങളിനകത്ത് 80% എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ 20% എനിക്ക് മരുന്ന് തരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവർ മരുന്ന് നിർത്താൻ നിർബന്ധിതരാകും. ഇത് പണിയാണ് അവർക്ക്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് തിരിച്ച് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. തിരിച്ച് ചില മെഡിസിൻ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ ഡയബറ്റീസിന് മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ പറ്റുള്ളൂ, ലൈക്കോസ്പിരിൻ കഴിച്ചാൽ പറ്റുള്ളൂ. ഇതിൽ പല ഡോക്ടർമാരും നമ്മളിപ്പോൾ നമ്മളോട് മോശം ആയിട്ട് പെരുമാറിയാൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ച് പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർമാർ കൊടുത്തിട്ട് ചാത്തൻ മെഡിസിൻ ആയിരിക്കും. ചാത്തൻ മെഡിസിൻ എന്ന് പറഞ്ഞല്ലോ. ഉണ്ട്, മോഡേൺ മെഡിസിൻ അതുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ഒരു പെട്ടിക്ക് 2 പെട്ടി ഫ്രീ കിട്ടിയാലേ മെഡിസിൻ എടുക്കുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും ആരോപണങ്ങളല്ല, നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഞാൻ പറയും, ഈ മെഡിസിൻ കഴിക്കണം, പക്ഷേ ഈ ചാത്തൻ കമ്പനിയുടെ കഴിക്കരുത്. നിങ്ങളുടെ മെർക്കിൻ്റെ ഗ്ലാക്സോടെ കഴിക്കൂ. 10% പോലും കമ്മീഷൻ കിട്ടത്തില്ല ഡോക്ടർമാർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് മാന്തി നമ്മൾ തിരിച്ച് ചൊറിയും. അപ്പോൾ അത് അവർക്ക് ഞങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല. അവർ ചിലപ്പോൾ ഒരാൾ പേഷ്യൻ്റ് ഒന്നുമില്ല, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത്
ഈ നല്ല കമ്പനിയുടെ മരുന്ന് എഴുതി ഡോക്ടർ എന്നൊരു 10 പേര് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമാവും. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, മോഡേൺ മെഡിസിൻ്റെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരാരും അങ്ങനെ പറയാറില്ല. ഇനി ഞാനൊക്കെ പറയാറില്ല. ഞാൻ കേസ് റെഫർ ചെയ്യാറുണ്ട് അവർക്ക്. അതിലവർക്ക് പ്രശ്നമൊന്നുമില്ല. തിരിച്ചവർ ചില കേസ് നമുക്ക് റെഫർ ചെയ്യാറുണ്ട്. ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. നേരിട്ട് വന്നിട്ട് മരുന്ന് മേടിക്കും. മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാരെ കാര്യം പറഞ്ഞു. അവർ നല്ല ആൾക്കാരാണ്, കൂടുതലും നല്ല ആൾക്കാരാണ്. പിന്നെ കുറച്ച് പേര് പ്രശ്നക്കാരുണ്ടാകുമ്പോൾ നമ്മളും അവർ കുറച്ച് പേര് പ്രശ്നക്കാരാവുള്ളൂ. പക്ഷേ ഈ കുറച്ച് പേര് പ്രശ്നക്കാരാകുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ, ഞങ്ങളെല്ലാവരും പ്രശ്നക്കാരാകും. ശരി, ഞങ്ങൾ ഭയങ്കര കൂട്ടായ്മയാണ്. നമുക്കൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് അലോപ്പതി ഡോക്ടർമാർ ഒരുമിച്ച് നിൽക്കത്തില്ല. അല്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ആശുപത്രികൾ തമ്മിലൊക്കെ ആണെങ്കിലും പ്രശ്നമുണ്ടല്ലോ. അല്ലെ കമ്പനികളും ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. കമ്പനികളുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരുത്തരെ മാന്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടം കൂടും. അപ്പോൾ അതുവരെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കും. പിന്നെ ഒറ്റക്കെട്ടാണ്. ഏതായാലും ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എനിക്കും കുറച്ച് തെറ്റിദ്ധാരണകൾ മാറി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കാപ്പ് കുടിക്കുന്ന പ്രശ്നം, ഹോമിയോ കഴിച്ചാൽ കാപ്പ് കുടിക്കരുത്, അതുപോലെ തന്നെ നേർപ്പിക്കും തോറും വീര്യം കൂടുമെന്നൊന്നും ഡോക്ടർ പഠിച്ചിട്ടില്ലെന്നും ഡോക്ടർ പറയുന്നില്ലെന്നും കേട്ടതൊക്കെ എനിക്കൊരു അത്ഭുതമായിരുന്നു. മനുഷ്യൻ്റെ പുരോഗതിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടി എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാരല്ലാത്ത സാധാരണക്കാരുടെ ആഗ്രഹം. ഏതായാലും വരുന്ന നാളുകളിലാണെങ്കിലും മനുഷ്യൻ്റെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ, നന്നായി ചികിത്സിച്ച് ആളുകളെ കൂടുതൽ ആയുരാരോഗ്യത്തിലേക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ടിവിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഇത്രയും സമയം ഇത്രയും വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ബിജു ഡോക്ടറിനോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി.